പലരും ഒരു കാര്യം വിശ്വസിക്കുന്നു, എൻ്റെ കയ്യിൽ പണമില്ല, അതുകൊണ്ട് എനിക്ക് വിജയിക്കാൻ കഴിയില്ല. പക്ഷെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതിൻ്റെ നേരെ വിപരീതമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ തടയുന്നത് പണമല്ല, പലപ്പോഴും അത് ഭയമാണ്, മടിയാണ്, എനിക്ക് കഴിയില്ല എന്ന വിശ്വാസം. ഇന്ന് ഈ വീഡിയോ അവസാനിക്കും മുമ്പ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കും: പണമില്ലെങ്കിലും വിജയിക്കാം, പക്ഷേ ശ്രമമില്ലെങ്കിൽ ഒരിക്കലും വിജയിക്കാനാവില്ല. പണം വിജയത്തിന്റെ ആദ്യ നിബന്ധനയല്ല. ചരിത്രം നോക്കൂ, പല വിജയികളും സമ്പന്ന കുടുംബങ്ങളിൽ നിന്നല്ല വന്നത്. അവർക്ക് ഉണ്ടായിരുന്നത് ഒരു വലിയ ബാങ്ക് ബാലൻസ് അല്ല, ഒരു വലിയ സ്വപ്നമായിരുന്നു. പണം ഇല്ലാത്തത് ഒരു തടസ്സമാണ്, പക്ഷേ അത് അവസാനമല്ല. ഒരു വിത്ത് മണ്ണടിയിൽ കിടക്കുമ്പോൾ അത് ഇരുട്ടിലാണ്, എന്നിട്ടും അത് വളർന്നു. കാരണം അതിനറിയാം, ഇരുട്ട് ശാശ്വതമല്ല. അതുപോലെ നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ നിങ്ങളുടെ അവസാനവും. ഏറ്റവും വലിയ മൂലധനം എന്താണ്? നിങ്ങളുടെ കയ്യിൽ 1,00,000 രൂപ ഉണ്ടെങ്കിൽ, അറിവില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ പണം നഷ്ടപ്പെടാം. പക്ഷെ 1 രൂപ പോലും ഇല്ലെങ്കിലും മികച്ച കഴിവും പഠിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ആ മനുഷ്യൻ വീണ്ടും വരും എന്നുള്ളതാണ്. അതിനാൽ നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ അച്ചടക്കം, നിങ്ങളുടെ സ്ഥിരത എന്നിവയൊക്കെയാണ്. ചെറിയ തുടക്കത്തെ ഒരിക്കലും കുറച്ച് കാണരുത്. ഇന്ന് നിങ്ങൾക്ക് ഒരു ചെറിയ മൊബൈൽ ഫോൺ മാത്രമേ ഉണ്ടായിരിക്കും, ഒരു ചെറിയ മുറിയായിരിക്കും. പക്ഷെ വലിയ സ്വപ്നം കാണാൻ വലിയ വീട് വേണ്ട. ചെറിയ തുടക്കങ്ങൾ കൊണ്ടാണ് വലിയ യാത്രകൾ ആരംഭിക്കുന്നത്. എല്ലാ ദിവസവും 1% മാത്രം മെച്ചപ്പെടൂ. 1 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നുള്ള വ്യക്തിയായിരിക്കില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. ഇനി നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന 3 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യമാണ് മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യുക. ഒരു ഉപകാരമില്ലാത്ത കാര്യമാണ്. അതായത് എല്ലാവരുടെയും കഴിവ് ഒരുപോലെയല്ല എന്ന് പലർക്കും അറിയാം, എന്നാൽ പോലും താരതമ്യം ചെയ്തുകൊണ്ടേയിരിക്കാം. അത് ആദ്യം നിർത്താം. എന്നാൽ മാത്രമേ വിജയിക്കാൻ സാധ്യതയുള്ളൂ. പ്രധാനമായിട്ടും പണത്തിന്റെ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ പറയാം, പണം തന്നെയാണ് താരതമ്യത്തിന്റെ ഏറ്റവും വലിയ കാര്യം. അതായത് പണമുള്ളവരും പണമില്ലാത്തവരും ഉണ്ടാവും, രണ്ടുപേരും മോശക്കാരല്ല. പണമുള്ളവന് അത്ര നല്ലവനാണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും ഒരു മീറ്റ് ലെവലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കമ്പാരിസൺ നടത്തുവാനായിട്ട് വലിയവൻ ചെറിയവൻ ഒന്നും ഇല്ല. ഓക്കെ, എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും കഴിവുകളും ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തേത് പരാജയത്തെ ഭയക്കുക. അതായത് പരാജയപ്പെടുമോ എന്ന് ഭയന്നുകൊണ്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിജയിക്കാൻ സാധിക്കുക ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, മൂന്നാമത്തേത് നാളെ തുടങ്ങാം എന്ന ചിന്ത. അതായത് നമ്മള് എല്ലാ കാര്യം നാളത്തേക്ക് മാറ്റി വെച്ചാൽ ഇന്നത്തെ കാര്യങ്ങൾ അതാവും. ഒരിക്കലും നമ്മൾ നാളത്തേക്കൊന്നും മാറ്റി വെക്കരുത്. ഓക്കെ, ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്തില്ലെങ്കിൽ നാളെ ചെയ്യാൻ വെച്ചാൽ നാളെ തരും വേറെ കാര്യം വന്നു കഴിഞ്ഞാലോ അത് വേറെ തലത്തിലാവില്ലേ. അതുകൊണ്ട് ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്യാവുന്നതാണ്. നാളെ തുടങ്ങാവുന്ന ചിന്ത അവസാനിപ്പിക്കേണ്ടതാണ്. ഈ ഒരു 3 കാര്യങ്ങൾ വിട്ടു കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മാറ്റങ്ങൾ കാണണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പിന്തുടരൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഓർമ്മിക്കൂ, പണമില്ലാത്തത് താൽക്കാലികമാണ്, പക്ഷെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കുന്നത് സ്ഥിരമായ നഷ്ടമാണ്. ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കൂ. ഒരു പുതിയ അറിവ് പഠിക്കൂ, ഒരു പുസ്തകം വായിക്കൂ, 1 മണിക്കൂർ നിങ്ങളുടെ ഭാവിക്കായി മാറ്റിവെക്കൂ. ഒരു ദിവസം നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകളെ നോക്കിച്ചിരിക്കും. കാരണം വിജയിക്കുന്നവർക്ക് പണമുണ്ടായത് കൊണ്ടല്ല വിജയം ലഭിച്ചത്, അവർ ഒരിക്കലും ശ്രമം നിർത്താത്തത് കൊണ്ടാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വിശ്വസിക്കൂ, അള്ളാഹുവിൽ വിശ്വസിക്കൂ, സ്വയം വിശ്വസിക്കൂ. ഒരു ദിവസം നിങ്ങളുടെ കഥ മറ്റൊരാൾക്ക് പ്രചോദനമാവും. അതിനുവേണ്ടി ദൈവം നിങ്ങൾ സഹായിക്കട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.